നമ്മൾ ഈയിടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിന് പോയായിരുന്നു. അപ്പോൾ കാസ്റ്റിംഗ് ഏജൻസിൽ നിന്ന് വിളിച്ച് ഓഡീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിർമ്മൽ പിള്ളൈ. അപ്പോൾ ഹൂയിസ് നിർമ്മൽ പിള്ളൈ? നോ ഐഡിയ, ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നമ്മുടെ പിള്ളേരോട് ചോദിച്ചു. പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും ഈ ജെൻ ആൽഫ ജെൻ സി ആ ഒരു ഇനത്തിൽപ്പെട്ടതാണല്ലോ. പിള്ളേർ കേട്ടതേ പറഞ്ഞു, അപ്പേ നിർമ്മൽ പിള്ളൈ ഭയങ്കര ഫേമസ് ആണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, ഭയങ്കര പുള്ളിയാണ്. അപ്പോൾ പോയി ഷൂട്ടിലൊക്കെ പങ്കെടുത്ത് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചാൽ ഞങ്ങൾ ഒന്നും കോളേജിലും സ്കൂളിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്തിട്ടുണ്ടായി. ദേ വെയർ ഹൈലി എക്സൈറ്റഡ്. അപ്പോൾ എന്തായാലും ഞാൻ ഷൂട്ടിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര സ്നേഹം, ചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ ഭയങ്കര പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ നമ്മളാണേലും ഈ അമ്മാവൻ വൈബ് ഒന്നും എടുക്കാത്തതുകൊണ്ട് അവരൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഇഴുകിച്ചേർന്നു. ഷൂട്ടൊക്കെ നല്ല സുന്ദരമായിട്ട് തുടങ്ങി. അപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റർ കുര്യാക്കോസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് മലയാളമൊക്കെ കലർന്ന ഡയലോഗുകളാണ്. അപ്പോൾ ഞാനതൊക്കെ പഠിച്ചിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഈ ഡയലോഗുകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഡയലോഗുകൾ, ഒരു വേർഡ് കേൾക്കുമ്പോൾ പോലും ഈ ക്രൂവിലെ പിള്ളേർ കിടന്ന് ഭയങ്കര ചിരി. അപ്പം ഞാൻ വിചാരിച്ചു, ചേട്ടാ ഇനിയിപ്പോൾ എൻ്റെ ഈ വല്ല മംഗ്ലീഷ് ചൊവ്വയുള്ള ഇംഗ്ലീഷ് കേട്ടിട്ട് ഇവരെങ്ങാനും നമ്മളെ കളിപ്പിക്കണതായിരിക്കും. കാരണം എനിക്ക് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊരു തമാശ തോന്നണമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ ജെൻസി പിള്ളേരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഫ്രേസസ് ആണ്, ഈ പദപ്രയോഗങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വില്ലേജിൽ നിന്ന് വന്നതാണ്, ജീവിക്കാനുള്ള ഇംഗ്ലീഷ് പറയാമെന്നുള്ള അല്ലാണ്ട് ഇവരുടെ ഒപ്പം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷൂട്ടൊക്കെ നന്നായിട്ട് കഴിഞ്ഞു, കുഴപ്പമില്ലയെന്ന് അവരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിവ്യൂ ഷോ വന്നപ്പോൾ ഞാൻ ഫാമിലിയായിട്ടൊക്കെ ചെന്നു. അപ്പോൾ പ്രിവ്യൂ ഷോയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പം വലിയൊരു തിയേറ്റർ, വലിയ സ്ക്രീൻ, ഒരു 100-300 ആളുകൾ, അവരൊക്കെ എല്ലാം ജെൻസി പിള്ളേരാണ്. അപ്പം ഷോ തുടങ്ങി. ഷോ ഇട്ട് കഴിഞ്ഞപ്പോഴും വീണ്ടും ഈ ഇതിൽ എൻ്റെ ഇംഗ്ലീഷ് ഡയലോഗ് കേൾക്കുമ്പോൾ ഈ ജെൻസി പിള്ളേർ കിട്ടുന്നത് ഭയങ്കര ചിരിയാണ്. അപ്പോൾ എനിക്ക് ആകപ്പാടെ ചമ്മലായി, ചേട്ടാ ഇത് ആകപ്പാടെ നാണക്കേടായല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കായിരുന്നു, അപ്പനാണെങ്കിൽ കാശും ഇല്ലാണ്ട് പോയി, എന്താ ചെയ്യണേ? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പോൾ സ്റ്റേജിൽ ചെന്നപ്പം ഭയങ്കര അപ്രിസിയേഷനൊക്കെ ആയിരുന്നു. അങ്ങനെ രസമായിട്ടിരിക്കുമ്പോൾ ഞാൻ ഈ നിർമ്മൽ പുള്ളിയോട് ചോദിച്ചു, ആക്ച്വലി നിങ്ങൾ ഈ എൻ്റെ ഇംഗ്ലീഷ് ഡയലോഗ് കേൾക്കുമ്പോൾ ഈ ചിരിക്കുന്നത് അതിൽ തമാശ ഉണ്ടായിട്ടാണോ അതോ ഇനിയിപ്പോൾ എൻ്റെ വല്ല മംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും ആയതുകൊണ്ടാണോ ചിരിക്കണതെന്ന് ചോദിച്ചു. അന്നേരം അല്ല ചേട്ടാ, അതിൽ നല്ല തമാശ ഉണ്ട്, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. സമാധാനമായി. അപ്പം അത് ഷോ കഴിഞ്ഞു, എല്ലാവരും ഭയങ്കര അപ്രിസിയേഷൻ. അത് കഴിഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് ആളുകളൊക്കെ നമ്മുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുന്നു. ഭയങ്കര സന്തോഷമായിപ്പോയി. അത് കഴിഞ്ഞ് ഇപ്പം അത് യൂട്യൂബിൽ റിലീസായിട്ട് ഏകദേശം 7 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ഡയലോഗുകളൊക്കെ കേട്ട ആൾക്കാർ ഇപ്പോഴും ചിരിക്കുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോഴും എൻ്റെ ആ ഇംഗ്ലീഷ് ഡയലോഗുകൾ കേട്ട് എന്തിനാ അവർ ചിരിക്കണേ എന്നുള്ളത് റിയലി ഐ ഡോണ്ട് നോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ്.